വിസ്മയയുടെ മരണത്തിൽ ശക്തമായി പ്രതികരിച്ച് മലയാള സിനിമാ ലോകം. വൈറലായി പോസ്റ്ററുകൾ. തിങ്കളാഴ്ച പുലർച്ചെയാണ് കിരൺകുമാറിന്റെ ഭാര്യയും നിലമേൽ സ്വദേശിയുമായ വിസ്മയയെ ശാസ്താംകോട്ടയിലെ ഭർതൃവീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ ഞെട്ടലോടെയാണ് ഈ വാർത്ത ലോകമറിഞ്ഞത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് കിരണിന്റെ നിരന്തര ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് വിസ്മയ ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴിതാ കൈത്തോട് സ്വദേശിനി SV വിസ്മയ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ച് മലയാള സിനിമാ താരങ്ങൾ രംഗത്ത്. കേരളത്തെ തന്നെ ചൂണ്ടുവിരലിൽ നിർത്തുന്ന ഈ സംഭവങ്ങളിൽ സ്ത്രീധനം സംബന്ധിച്ചും ഭർതൃപീഡനം സംബന്ധിച്ചും വലിയ ചർച്ചകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ഇന്ന് നീ നാളെ എൻ്റെ മകൾ വിസ്മയുടെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് ജയറാം ഫേസ്ബുക്കിൽ കുറിച്ചത്. ഹായ് ഗൈസ്, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നലെ തൊട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പ് സ്റ്റേറ്റസിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് വിസ്മയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. അതിൽ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല, ആദ്യത്തെ സംഭവമൊന്നുമല്ല. എന്നാലും പറയാണ്, ഇപ്പം അതിൻ്റെ അത് സ്റ്റേറ്റസ് ഇട്ട ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരാൾ ഡിവോഴ്സ്ഡ് ആയിട്ട് വന്നപ്പോൾ പിടിച്ചു നിൽക്കായിരുന്നില്ലേ, പെണ്ണല്ലേ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ആൾക്കാരാണ് കേട്ടോ ഈ സ്റ്റേറ്റസ് ഇട്ടിരിക്കുന്നത്. അവർക്ക് ഡിവോഴ്സ് വാങ്ങി, മോളെ നിനക്ക് ഡിവോഴ്സ് വാങ്ങി തരാമായിരുന്നു, വീട്ടിലേക്ക് തിരിച്ചു വരാമായിരുന്നു ഒക്കെ ക്യാപ്ഷൻ കൊടുത്തിട്ട് സ്റ്റേറ്റസ് ഇട്ടിട്ടില്ല. എന്ത് പ്രഹസനാണ് മാൻ. നിങ്ങളെ കുടുംബത്തിൽ ഒരാൾ ഇങ്ങനെ വരുന്ന സമയത്ത് കുത്തി നോവിക്കാനും ഇത് നിനക്ക് അവിടെ നിന്നൂടെ, ഒരു കുട്ടി ഉള്ളതല്ലേ, അല്ലെ തന്നെ കുട്ടിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെണ്ണല്ലേ, പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്, സഹിക്കാൻ പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ ആൾക്കാര് ഇതുപോലുള്ള സ്റ്റേറ്റസ് ഇടുന്നത് വളരെ വൃത്തികേടാണ്. കാണുന്ന നമുക്ക് ഛർദ്ദിക്കാനാണ് വരുന്നത് നിങ്ങളെ വായിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ. ഓക്കെ, എത്ര പാരന്റ്സ് കല്യാണം കഴിച്ചു വിട്ടിട്ട് ആ വീട്ടിലെ കുട്ടികൾ എങ്ങനെയാണ്, കല്യാണം കഴിപ്പിച്ച് വിട്ട കുട്ടികൾ എങ്ങനെയാണെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരവിടെ എനിക്കിവിടെ പറ്റുന്നില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഞാൻ വീട്ടിലേക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ നീ ധൈര്യമായിട്ട് വന്നോ, അച്ഛനുണ്ട് ഇവിടെ, അമ്മയുണ്ട് ഇവിടെ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ പറയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എല്ലാ പാരന്റ്സും, പെൺമക്കളുള്ള എല്ലാ പാരന്റ്സും നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾ ഇതുപോലെ ഈ വിസ്മയ എന്ന് പറഞ്ഞ കുട്ടിയും ചിലപ്പോൾ എന്താ ചിന്തിച്ചിട്ടുണ്ടാവും അറിയാം. ആങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവാം ഞാൻ വരട്ടെ എന്നുള്ളത്. ഓക്കെ, ഏതൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിലും ആദ്യം അങ്ങനെയാണ് ചെയ്യുക. എന്തായാലും ആത്മഹത്യ എന്നുള്ള ഒരു ചിന്ത വരുന്നതിന് മുന്നേ സ്വാഭാവികമായിട്ടും പാരന്റ്സിന്റെ അടുത്ത് ആ കുട്ടി സംസാരിച്ചിട്ടുണ്ടാവും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നോ അവിടെ പിടിച്ചു നിൽക്കുന്നോ പറഞ്ഞതുകൊണ്ടായിരിക്കും ഇനി ഞാൻ ആരോടും ഒന്നും പറയുന്നില്ലെന്ന് ആ കുട്ടി പറഞ്ഞത്. 24 വയസ്സേ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പം ആ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവുന്നത് ഞാൻ ഇറങ്ങി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ നോക്കാൻ വേണ്ടി പറ്റുമോ, ഒരാങ്ങളെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നാളെ അവനൊരു ആലോചന വരുന്ന സമയത്ത് പെങ്ങള് വീട്ടിലാണെന്ന് ചിന്തിക്കില്ലേ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ? നാട്ടുകാരങ്ങനെ പറയില്ലേ, നാട്ടുകാരിങ്ങനെ പറയില്ലേ, കുടുംബക്കാരങ്ങനെ പറയില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ ഈ ലോകത്ത് നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരമാവുമല്ലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ചിലപ്പം ഈ പറഞ്ഞ വിസ്മയ എന്ന് പറഞ്ഞ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഇനി ആരും അങ്ങനെ ചിന്തിക്കാതിരിക്കാം. ഓക്കെ, എല്ലാ പാരന്റ്സും കുട്ടികൾക്ക്, നിങ്ങളെ പെൺമക്കൾക്ക് ദയവ് ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള തല്ലോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തിരിച്ചു വരാനുള്ള ആ ഒരു തൻ്റെ ഇടം, ഇറങ്ങി വരാനുള്ള ഒരു തൻ്റെ ഇടം ദയവ് ചെയ്തിട്ട് എല്ലാ പാരന്റ്സും കൊടുക്കാൻ വേണ്ടി നിൽക്കുക. ഞാൻ ഇന്നലെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചു, ഞാനാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ വിളിച്ച് പറയുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് എന്താ പറയാന്നുള്ളത്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ പാരന്റ്സിന്റെ കാര്യത്തിൽ ഞാൻ 101% എന്താ പറയാ ഹാപ്പിയാണ്, ബ്ലെസ്ഡ് ആണ്. എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ 2 തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല 4 പറഞ്ഞിട്ട് അവിടുന്ന് പെട്ടിയും കിടക്കിയും എല്ലാം എന്താണോ കൊണ്ടുപോയത് അതൊക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നോളൂ, അച്ഛൻ്റെ കാലം കഴിയുന്നത് വരെ അച്ഛൻ നോക്കും എന്നുള്ളത്. ഇപ്പം എനിക്ക് ആങ്കറിങ് അറിയാം, ആങ്കറിങ് എൻ്റെ പാഷനാണ്. അപ്പം അച്ഛനെ ഞാൻ എന്തായാലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിൽക്കില്ല. ആരുടെ കാലം പിടിച്ചിട്ടാണെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ജീവിക്കും. തോട്ടിപ്പണി എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ജീവിക്കും. ഞാൻ ഇന്നലെ ഒരു സ്റ്റേറ്റസ് ഇട്ട സമയത്ത്, സ്റ്റോറി ഇട്ട സമയത്ത് ഒരുത്തൻ എന്നോട് ചോദിച്ച കാര്യമാണ്, ഇവള് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ വേറെ ചെക്കനെ കണ്ടുപിടിച്ചു കൊടുക്കുവോ എന്നുള്ളത്. നീയാണല്ലോ കോടതി, നീയാണല്ലോ അവിടെ തന്ത എന്നുള്ളത്. അത് നിന്നോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഭർത്താവ് മരിച്ചിട്ട് എത്രയോ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പം അങ്ങനെ ഒരു ഭർത്താവിന്റെ ആവശ്യം ആ കുട്ടിക്കില്ല. അപ്പം ആ കുട്ടിക്കും ജീവിക്കാം.
മനസ്സിലായില്ലേ? ഒരു ഭർത്താവില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. എത്രയോ ആൾക്കാർ അപകടത്തിലും അല്ലെങ്കിൽ അസുഖങ്ങളും വന്ന് മരിച്ച ഭർത്താക്കന്മാരില്ലാത്ത ആൾക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതൊന്നും നീ കണ്ടിട്ടില്ലേ? നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ലേ? ഓരോരോ വർത്തമാനം പറയാൻ വേണ്ടി വരുന്നത്. നാളെ ഈ പറഞ്ഞ വിവേകാണ് നാളത്തെ നീ. ഓക്കെ, അപ്പം പെൺമക്കളുടെ പാരന്റ്സ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ഇനി ആൺകുട്ടികളുടെ പാരന്റ്സിനോടാണ്, അമ്മമാരോടാണ് ആൺകുട്ടികളുടെ. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ മക്കൾക്ക് സ്ത്രീകൾ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, അമ്മ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, ഭാര്യ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക, ഒരു മകൾ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക ദയവ് ചെയ്തിട്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന വിവേകിന്റെ അമ്മയ്ക്ക് പെൺമക്കൾ ഇല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ ആ കുട്ടീനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ലെങ്കിൽ മകൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കൈയും കെട്ടി നോക്കി നിന്നത്? വെരി ബാഡ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് എടുക്കേണ്ടത് ഈ പറയുന്ന വിസ്മയന്റെ പാരന്റ്സിനാണ്. കാരണം ബാക്കിയുള്ള പാരന്റ്സും കൂടി പേടിക്കുമല്ലോ, ഒരു മാതൃകയാവുമല്ലോ, മക്കളോട് ഇറങ്ങി വരാൻ വേണ്ടി പറയുമല്ലോ, ജയിലിൽ കിടക്കണ്ടല്ലോ എന്ന് പേടിച്ചിട്ടെങ്കിലും. അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്താ ഇവിടെ നടക്കുന്നല്ലേ? നിങ്ങൾ പിന്നെ പെൺകുട്ടികളോടാണ് കേട്ടോ. നിങ്ങൾ +2 കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞൊന്നും പോകാൻ വേണ്ടി നിൽക്കല്ലേ. +2 കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡിഗ്രിക്ക് പോകണമെന്നൊന്നും ഞാൻ പറയില്ല. 3 years നിങ്ങൾ ഡിഗ്രിക്ക് പോയി വേസ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുമൊന്നുമില്ല. ഏതെങ്കിലും ഹോട്ടൽ മാനേജ്മെന്റോ ഫാഷൻ ഡിസൈനിങ്ങോ അതുപോലുള്ള 6 months 3 months ഉള്ള ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് എങ്കിലും കയ്യിൽ വെക്കുക. ഓക്കെ, നാളെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി എടുത്ത് ജീവിക്കാലോ. അതുകൊണ്ട് മാക്സിമം എഡ്യൂക്കേറ്റഡ് ആവാൻ വേണ്ടി ശ്രമിക്കാം. എഡ്യൂക്കേറ്റഡ് മീൻസ് ഹൈലി എഡ്യൂക്കേറ്റഡ് ആവണമെന്നൊന്നും ഞാൻ പറയില്ല. ഈ പറഞ്ഞ വിവേകിനെ കണ്ടില്ലേ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. എഡ്യൂക്കേഷന്റെ ഒരു വാല്യൂ എങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തിനാ പഠിക്കുന്നേ? ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ എഡ്യൂക്കേഷൻ. കുറച്ചൊരു നിലവാരം കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ഇല്ല. അപ്പം ദയവ് ചെയ്തിട്ട് ജോലിക്ക് പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ദയവ് ചെയ്തിട്ട് കയ്യിൽ വെക്കുക. നാളെ നിങ്ങള് ഭർത്താവിന്റെ വീട്ടിൽ നിന്നോ അല്ലെ നിങ്ങളെ വീട്ടിൽ നിന്നോ വീട്ടിൽ കയറണ്ട, നിനക്ക് താഴെ പെൺകുട്ടികളുള്ളതാണ്, നിനക്ക് മുകളിൽ ആങ്ങളെ ഉള്ളതാണെന്നൊക്കെ പറയുന്ന സമയത്ത് സ്വന്തമായ കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നിങ്ങൾ വീട്ടുകാർ +2 കഴിഞ്ഞ് 18 വയസ്സായി പൊക്കോ കല്യാണം കഴിഞ്ഞ് പൊക്കോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ പോയി കേസ് കൊടുക്കുക. പാരന്റ്സ് ആണെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങളൊരു മോളാണ്, നിങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നില്ല, കല്യാണം കഴിഞ്ഞ് ചവിട്ടി പറഞ്ഞേക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര പരിഗണന മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ എനിക്കിപ്പം കല്യാണം കഴിഞ്ഞ് പോകണ്ട അച്ഛാ, കല്യാണം കഴിഞ്ഞ് പോകണ്ട അമ്മേ എന്ന് പറഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞ് പോയാലേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുന്നു, വേറൊരു കേസ് കൊടുക്കാം. ഒന്നും നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫും കൂടി നോക്കണ്ടേ? നാളെ ഇങ്ങനെ കെട്ടുതൂങ്ങി ആടണോ? പാരന്റ്സിനോടും കൂടിയാണ്. മക്കള് എന്നെയൊക്കെ എന്റെ വീട്ടിൽ നിന്ന് ഇതുവരെയും കല്യാണത്തിന് കമ്പൽ ചെയ്തിട്ടില്ല. കല്യാണം 23 വയസ്സായില്ലേ. ഇപ്പൊ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയും, കുടുംബക്കാരൊക്കെ പറയുമ്പോൾ പറയും 23 വയസ്സായില്ലേ, എന്തേ രാജു കെട്ടിച്ചു വിടുന്നില്ലേ എന്നുള്ളത്. എന്നോട് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞ് പോകണം എന്നുള്ളത്. എനിക്കെപ്പോ തോന്നുന്നു എനിക്ക് കല്യാണം വേണം നോക്കിക്കോളൂ എന്ന് പറയുന്നു, അപ്പൊ മാത്രമേ എന്റെ വീട്ടിൽ കല്യാണം നോക്കുള്ളൂ. അങ്ങനെയാവുക എല്ലാ പാരന്റ്സും ദയവ് ചെയ്തിട്ട്. ഇല്ലേ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട്, ഇപ്പം എന്റെ അച്ഛനൊക്കെ എന്നെ തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് വളർത്തുകയാണ് എന്റെ അച്ഛനും അമ്മയും. അപ്പൊ നിങ്ങൾ എല്ലാ പാരന്റ്സും മക്കളെ അങ്ങനെയല്ലേ വളർത്തുന്നത്? അപ്പൊ നിങ്ങൾ മക്കളെ എന്തിനാണ് ഇങ്ങനെ മൃഗങ്ങളെ കയ്യിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? ദയവ് ചെയ്തിട്ട് ജോലിയും കാറും ബംഗ്ലാവും അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ക്യാരക്ടറും കൂടി ഒന്ന് അന്വേഷിക്കാം. വേറൊരു കാര്യം നാട്ടുകാരോടും ബന്ധുക്കളോടുമാണ്. ഇവരുടെ സ്വന്തം വീട്ടുകാർക്കില്ലാത്ത പ്രശ്നം എന്താ നിങ്ങൾക്ക്? ഡിവോഴ്സ്ഡ് ആയിട്ട് മോള് വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ? ഇനി പെൺകുട്ടിയല്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അയ്യോ വീട്ടിലിരിക്കുന്നതാണോ? നിങ്ങൾക്ക് എന്താ എത്ര പ്രശ്നം? നിങ്ങൾ വീട്ടിലെ ചെലവ് ചോദിച്ചു വരണമെന്നില്ലല്ലോ ആരും. അവരുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് 2 കട്ടിലും ബെഡും ഇതും തരണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ നാട്ടുകാരെ കൊണ്ട് ഭയങ്കര അലമ്പാണല്ലോ. ബാക്കിയുള്ളവരെ വീട്ടിൽ എന്ത് നടക്കുന്നതെന്ന് ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം. അവരവരുടെ വീട്ടിൽ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്യും. നിങ്ങൾ എന്തിനായാലും ഒളിഞ്ഞു നോക്കാൻ പോകുന്നത്? ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി പോകുന്നത്. സ്വന്തം വീട്ടിൽ ഇങ്ങനെ വരുന്ന സമയത്ത് ബാക്കിയുള്ളവർ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അയ്യോ എന്തിനാ എന്റെ കാര്യത്തിൽ അവർ ഇടപെടുന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ. അത് തന്നെയാണ് നിങ്ങൾ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴും അവർക്കും തോന്നുന്നത്. മനസ്സിലായില്ലേ? നാട്ടുകാരെയും വീട്ടുകാരെയൊന്നും പേടിച്ചിട്ടും നിങ്ങൾ നിങ്ങളെ മക്കളോട് അവിടുത്തെ കഷ്ടതകളും തല്ലും കാര്യങ്ങളൊക്കെ സഹിച്ച് നിൽക്കുമെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നാട്ടുകാരുടെ ചെലവിലാണോ നിങ്ങളെ മക്കളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത്? അല്ലല്ലോ. നാട്ടുകാരുടെ ചെലവിലാണോ നിങ്ങൾ 10-20 വയസ്സ് വരെ നിങ്ങൾ മകളെ വളർത്തിയത്? അല്ലല്ലോ. അപ്പം അവർ പറയുന്നൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എല്ലാ ഗേൾസിനോടും ബോയ്സിനോടാണ് കുറച്ചും കൂടി എല്ലാരും. ഇപ്പം എല്ലാ ബോയ്സിനും ഈ ഒരു വിവേക് എന്നുള്ള ഒരാളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി, എല്ലാ ബോയ്സും അങ്ങനെയൊന്നും അല്ല കേട്ടോ, നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇനിയിപ്പം ഇതൊക്കെ പുരുഷനായിട്ടൊന്നും ഈ വിവേകിനെ ഒന്നും എടുത്തേക്കരുത് ദയവ് ചെയ്തിട്ട്.
എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ, പാർട്ട്നേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുക. അത് ഗേൾ ആണെങ്കിലും ബോയ് ആണെന്നുണ്ടെങ്കിലും പരസ്പരം ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കും. Hi. So today we are discussing about dowry. I hate that word, but anyway, sometimes even the bad things we need to discuss to, someday get rid of it. സൊസൈറ്റിയിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ we do often see a lot of discussion happening around it on social media, hashtags, say no to this, say no to that, and all of that. പലപ്പോഴും എനിക്കും ഇതിൽ പലതിനോടും ഇങ്ങനെ തോന്നാറുണ്ട്. അതായത് ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഇതിനെന്ത് പ്രയോജനമുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ സംതിങ് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ഓവർ ദി ഇയേഴ്സ് ഇസ് ദാറ്റ് വെൻ ദർ ഇസ് എ പ്രോബ്ലം and you address that problem and you speak about it and you make conversation about it, starting conversation about something is the first step to putting an end to it. I'll give you a very very simple example. Ipo korchu naal mumbai, I think a couple of months ago, there was this whole women have legs campaign going on, right? ആ ഒരു ക്യാമ്പയിൻ നടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അതായത് പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഉടുപ്പ്, നീളം കൂടിയതോ കുറഞ്ഞതോ ആയിട്ടുള്ള വസ്ത്രങ്ങൾ എന്തിട്ടാലും അതിൻ്റെ താഴെ വരുന്ന മോശമായ കമൻറ്റുകൾക്കെതിരെയുള്ള ആൻഡ് ആ ഒരു കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു അത്. സോ വിത്ത് ദ വിമൻ ഹാവ് ലെഗ്സ് ക്യാമ്പയിൻ, സംതിങ് ഐ ഹാവ് നോട്ടീസ് പേഴ്സണലി ഈസ് ദാറ്റ് there was so much discussion. ആ ഒരു പീരിയഡിൽ there was so much discussion about that specific matter that പിന്നീട് ഇങ്ങനത്തെ ഫോട്ടോസിന്റെ ഒരു കുട്ടിയുടെ ഫോട്ടോന്റെ താഴെ ഇങ്ങനത്തെ മോശപ്പെട്ട കമന്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ മോശമായ കമന്റ് ഇടുന്ന ആൾക്കെതിരെ തിരിയാൻ ഒത്തിരി പേരുണ്ടാവും. അത് മോശമാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ പേർക്ക് ഉണ്ടാവും. മനസ്സിലായോ? സോ ദാറ്റ്സ് വെയർ മേക്കിംഗ് കോൺവെർസേഷൻ മാറ്റേഴ്സ്. അതുകൊണ്ട് ആ ഒരു എൻറ്റയർ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായ രണ്ട് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ എന്താണെന്ന് വെച്ചാൽ, നമ്പർ 1, ഒരു പെൺകുട്ടി ഒരു ഫോട്ടോ ഇടുന്നു, അതിൽ ഷീസ് വെയറിങ് വാട്ട് എവർ ഷീ വാണ്ട്സ്. അപ്പം അതിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു മോശം കമൻറ്റ് ഒരാൾ ഇടുവാണെങ്കിൽ, ഈ കമൻറ്റ് ഇടുന്ന ആൾ കെൻ ബി എ മാൻ ഓർ എ വുമൻ, ദർ ഇസ് നോ ജനറലൈസിങ് വെൻ ഇറ്റ് കംസ് ടു ദാറ്റ്. സോ അങ്ങനെ ഒരു മോശം കമൻറ്റ് ഒരാൾ ഇടുവാണെങ്കിൽ അത് മോശമാണല്ലോ, അതിപ്പോൾ ഇവിടെ വന്ന് പറയേണ്ട കാര്യമല്ലല്ലോ എന്ന ഒരു തിരിച്ചറിവ് ഇത് കാണുന്ന മറ്റു പലരിലും ഉണ്ടാകുന്നു. ആൻഡ് ഇങ്ങനത്തെ ഒരു തിരിച്ചറിവ് അത് കുറച്ച് പേരിലുണ്ടായ ഇറ്റ് പാസസ് ഓൺ ടു മോർ പീപ്പിൾ ആൻഡ് ആസ് എ സൊസൈറ്റി ദാറ്റ് ഇസ് വൺ ചേഞ്ച് ദാറ്റ് വിൽ ഹാപ്പൻ. അത് പോകെ വിത്ത് ഇയേഴ്സ് നമ്മുടെ എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ പതുക്കെ വന്ന് കയറുന്ന ഒരു സാധനമായിരിക്കും. ആൻഡ് ദ സെക്കൻഡ് ആസ്പെക്ട് ഇസ് സോ മെനി ഗേൾസ് വിൽ ആക്ച്വലി ഫീൽ മോർ കോൺഫിഡൻറ്റ് ടു വെയർ വാട്ട് ദേ വാണ്ട് ആൻഡ് പോസ്റ്റ് വാട്ട് ദേ വാണ്ട് ബിക്കോസ് they feel confident and they feel more empowered. So I was just giving an example. So idinte karanam endanu, the reason for this is that there was conversation around it. ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇങ്ങനത്തെ മോശമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് തെറ്റാണ്, വളരെ ബോറാണ് എന്നുള്ള സംസാരം കൂടുതൽ ഉണ്ടാകുമ്പോഴത്തേക്കും ആ പ്രവണത ഉള്ളിലുള്ളവർക്ക് ചെറുതായിട്ട് മറ്റേ ഞാൻ ചെയ്യുന്നതപ്പോൾ ബോറാണല്ലേ എന്നുള്ള ഒരു തോന്നലുണ്ടാവും. സോ when there is conversation, this happens and conversation can slowly, gradually but surely lead to change. So ഞാനിത് ഇവിടെ പറയാൻ കാര്യം is because ഡൗറി എന്ന് പറയുന്ന ഒരു അൺഫോർച്ചുനേറ്റ് തിങ് ഇസ് there in the Indian system. അതിപ്പോൾ ചിലർ അതിനെ വളരെ ഷുഗർ കോട്ട് ചെയ്ത് ഗിഫ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. But still it is a stupid transaction that happens from the bride side to the groom side to just seal the deal of the marriage. So ഈ ഒരു I think it's okay to call it a virus. Dowry എന്ന് പറയുന്ന ഈ വൈറസിനെ if we need to finally eradicate from our system, കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇത് തെറ്റാണ്, ഇത് നടന്ന് കൂടാത്തൊരു സാധനമാണെന്നുള്ള സംസാരം കൂടുതൽ വന്നാൽ മാത്രമേ നമുക്ക് വൺ ഫൈൻ ഡേ ഇങ്ങനൊരു സാധനം ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ബി ലൈക്ക് ത്രോൺ ഔട്ട് ഓഫ് അവർ സിസ്റ്റം. ലൈക്ക് ഐ റിമെമ്പർ വെൻ മൈ തേർഡ് സിസ്റ്റർ വാസ് ബോൺ, അതും പെൺകുട്ടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും മൂത്തത് പെണ്ണ്, രണ്ടാമത്തെ പെണ്ണ്, മൂന്നാമത്തെ പെണ്ണ്, നാലാമത്തെ, അപ്പോൾ അതും പെൺകുട്ടി.
സോ ഒത്തിരി പേര് യൂസ് ടു ടെൽ മൈ പേരൻസ് അയ്യോ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ 4 പെൺകുട്ടികൾ അങ്ങനെ ഇങ്ങനെ. ബട്ട് മൈ പേരൻസ് ഹാവ് നെവർ ബിൻ വറീഡ്. They've just been like, so what? നമ്മളിപ്പോ we're not going to get them married with dowry and all that bullshit. So yeah, how does it matter? പെൺകുട്ടി ആണെങ്കിലും ആൺകുട്ടി ആണെങ്കിലും how does it matter? So if you're a parent today, if you are a progressive thinker, great, congrats. But otherwise, if you're a parent of a girl child, please at least self-I to take an oath that ഈ വൃത്തിയായിട്ട നാടകത്തിന് നിങ്ങൾ കൂട്ടുനിൽക്കത്തില്ല. that you don't consider your daughter as a thing to be sold. So today I just want to know how many progressive thinkers we have, at least amongst my followers. So if you're seeing this story, wait, I know, I'll tell you, I'm a girl. I might get married someday if I feel like, and when I get married, I will be getting married for love and not as part of a business deal. എൻ്റെ പേരൻസ് ഒരു രൂപ പോലും അങ്ങോട്ട് കൊടുക്കത്തുമില്ല, ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തൊന്നുമില്ല. ബിക്കോസ് we don't believe in this nonsense called dowry. And if I personally know about any of my friends, girls who dowry situation ഉണ്ടെങ്കിൽ ഞാൻ അവരെ സംസാരിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കും. I'll try to tell them that you're doing crap. Dowry is crap, dowry is bullshit, dowry is nonsense. So yes, I have sisters too. They will also get married if they feel like. But we do not support dowry. And yeah, we will get married one day if we feel like, and we will get married for the sake of marriage or the sake of love, or whatever is the normal thing that gets anybody to want to get married. Apol, if you are also a sensible thinker who thinks that one should get married for sensible reasons, yeah, put a story and tag me. Let me see. എന്നെ ഫോളോ ചെയ്യുന്നവരിൽ എത്ര സെൻസിബിൾ തിങ്കേഴ്സ് ഉണ്ടെന്ന് നോക്കട്ടെ. Put a story about what you think about dowry, and നിങ്ങൾ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും ഡൗറി എന്ന് പറയുന്ന വൃത്തിയായിട്ട സാധനം ആ പരിസരത്തൊന്നും ഉണ്ടാകത്തില്ലെങ്കിൽ അതൊരു സ്റ്റോറിയിൽ റൈറ്റ് ഇറ്റ് ഓൺ എ സ്റ്റോറി ആൻഡ് ടാഗ് മീ. ഞാൻ നോക്കട്ടെ. Because I feel a little hopeless today, because whatever has been going around, I know it's very unfortunate and very, very depressing. So yeah, I just want to feel a little hopeful, and I want conversation to happen around how bad dowry is. So നിങ്ങൾ ഡൗറി സിസ്റ്റത്തിൽ ബിലീവ് ചെയ്യുന്നില്ല, ഡൗറി സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ടൊരു പരിപാടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇട്ടിട്ട് എന്നെ ടാഗ് ചെയ്യൂ. And yeah, let's make some conversation about it, right? About it, we can create more awareness about it, and we can let the world know that whatever is this thing that we are talking about is stupid and it does not deserve to exist. So yes, let us begin conversations and let us eventually put an end to this stupid thing called dowry.